യുവത്വം തുളുമ്പുന്ന മലയാള നായികമാർ വോളിയം 4 ദൃശ്യ ഹാപ്പി വെഡിങ് എന്ന സിനിമയിലൂടെയാണ് ദൃശ്യ സിനിമയിലേക്ക് എത്തുന്നത്. തൃശ്ശൂരാണ് ദൃശ്യയുടെ വീട്. ദൃശ്യയ്ക്ക് ചെറുപ്പം മുതലേ സിനിമയോട് വല്ലാത്ത പാഷനായിരുന്നു. ദൃശ്യയുടെ വീട്ടിൽ ആരും സിനിമാക്കാരില്ല. അതുകൊണ്ട് തന്നെ ദൃശ്യ സിനിമയിൽ വരുന്നതിനോട് വീട്ടുകാർക്ക് വല്ലാത്ത എതിർപ്പായിരുന്നു. ദൃശ്യ വളർന്നതും പഠിച്ചതും മസ്കറ്റിലായിരുന്നു. അവിടെ കേരള വിംഗ് എന്നൊരു ക്ലബ് ഉണ്ടായിരുന്നു. ആ ക്ലബിൽ കലാപരിപാടികളിലും ദൃശ്യ പങ്കെടുക്കുമായിരുന്നു. അവിടെയുള്ളവരും കൂട്ടുകാരുമാണ് ദൃശ്യയ്ക്ക് സിനിമയിൽ അഭിനയിക്കുവാനുള്ള പ്രോത്സാഹനം നൽകിയത്. അവർ ദൃശ്യയുടെ പാരന്റ്സിനോട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ദൃശ്യ സിനിമയിൽ എത്തിയത്. സിനിമയെക്കുറിച്ചും ആക്ടിങ്ങിനെ കുറിച്ചും കൂടുതൽ പ്രൊഫഷണലായി പഠിക്കണമെന്നാണ് ദൃശ്യയുടെ ആഗ്രഹം. ദൃശ്യയുടെ അച്ഛൻ മസ്കറ്റിലാണ്. അമ്മയും ഒരുമിച്ചാണ് ദൃശ്യ ഷൂട്ടിങ്ങിന് പോകുന്നത്. അച്ഛൻ ദൃശ്യയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്നു. നല്ല നല്ല അവസരങ്ങൾക്കായി ദൃശ്യ വെയിറ്റ് ചെയ്യുകയാണ്. അനു ഇമ്മാനുവൽ കമൽ സംവിധാനം ചെയ്ത സ്വപ്നസഞ്ചാരി എന്ന സിനിമയിലൂടെയാണ് അനു സിനിമയിലേക്ക് എത്തുന്നത്. സ്വപ്നസഞ്ചാരിയിൽ ജയറാമിന്റെ മകളുടെ വേഷത്തിലാണ് അനു ഇമ്മാനുവൽ അഭിനയിച്ചത്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത കഥ തുടരുന്നു. കമൽ സംവിധാനം ചെയ്ത സ്വപ്നസഞ്ചാരി എന്നീ സിനിമകളുടെ നിർമ്മാതാവായിരുന്നു അനുവിന്റെ അച്ഛൻ തങ്കച്ചൻ ഇമ്മാനുവൽ. അനുവിന് സിനിമ എന്നാൽ ജീവനാണ്. ഇതിനു കാരണം സ്വന്തം പിതാവ് ഒരു സിനിമാ നിർമ്മാതാവായതുകൊണ്ട് കൂടി ആയിരിക്കണം. അനു വളർന്നതും പഠിച്ചതുമൊക്കെ അമേരിക്കയിലെ ടെക്സാസിലായിരുന്നു. സ്വപ്നസഞ്ചാരിക്ക് ശേഷം പ്രാഥമിക വിദ്യാഭ്യാസത്തിനു വേണ്ടി അനു വീണ്ടും അമേരിക്കയിലേക്ക് പറന്നു. അമേരിക്കയിൽ നിന്നും അനു വീണ്ടും മടങ്ങിയെത്തിയത് ആക്ഷൻ ഹീറോ ബിജുവിൽ നിവിൻ പോളിയുടെ നായികയായി അഭിനയിക്കുവാൻ വേണ്ടിയായിരുന്നു. തുടർന്ന് 2 തെലുങ്ക് സിനിമകളിൽ കൂടി അനു നായികയായി അഭിനയിച്ചു. ഒരു തെലുങ്ക് സിനിമയുടെ പേര് ഓക്സിജൻ എന്നാണ്. മറ്റൊന്നിന്റെ പേര് തീരുമാനമായിട്ടില്ല. അമൽ നീരദ്, ദുൽഖർ സൽമാൻ സിനിമയിൽ നായികയായി അഭിനയിക്കുവാൻ അനുവിന് അവസരം ലഭിക്കുകയും 10 ദിവസം അഭിനയിക്കുകയും ചെയ്തുവെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ ആ സിനിമ തുടരുവാൻ അനുവിന് കഴിഞ്ഞില്ല. ഏത് ഭാഷയിലാണെങ്കിലും നല്ല നല്ല അവസരങ്ങൾ കൈവന്നാൽ അനു തീർച്ചയായും അഭിനയിക്കും. പ്രയാഗ മാർട്ടിൻ പാവ എന്ന സിനിമയിലൂടെയാണ് പ്രയാഗ മലയാളത്തിൽ ആദ്യമായി അഭിനയിക്കുന്നത്. പക്ഷേ രണ്ടാമത് അഭിനയിച്ച ഒരു മുറൈ വന്ന് പാർത്തായ എന്ന സിനിമയാണ് മലയാളത്തിൽ പ്രയാഗയുടെ ആദ്യം റിലീസായ സിനിമ. ഒരേ മുഖം എന്ന സിനിമയിലും നായികയായി അഭിനയിച്ചിട്ടുള്ള പ്രയാഗ തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് തമിഴ് സിനിമാ ലോകത്തൂടെയാണ്. തമിഴിൽ പ്രശസ്ത സംവിധായകരായ മിഷ്കിനും ബാലയും ചേർന്നെടുത്ത പിശാച് എന്ന സിനിമയിൽ നായികയായി അഭിനയിച്ചുകൊണ്ടാണ് പ്രയാഗ തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. പ്രയാഗയുടെ ഏറ്റവും പുതിയ മലയാള സിനിമയായ ഒരേ മുഖം ഉടൻ തിയേറ്ററുകളിലെത്തും. പ്രേക്ഷകർക്ക് നല്ല നല്ല മെസ്സേജ് കൊടുക്കുവാൻ കഴിയുന്ന കഥാപാത്രങ്ങളിലൂടെ സിനിമയിൽ തുടരുവാനാണ് പ്രയാഗയ്ക്ക് താല്പര്യം. പേളി മാണി നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന മലയാള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് പേളി മാണി സിനിമയിലേക്ക് എത്തുന്നത്. ഇതേസമയം ഉണ്ണി മുകുന്ദനോടൊപ്പം ലാസ്റ്റ് സപ്പർ എന്ന സിനിമയിലും പേളി അഭിനയിച്ചു. തുടർന്ന് ഡബിൾ ബാരൽ, ലോഹം തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച പേളി മാണിയുടെ ഏറ്റവും പുതിയ സിനിമ രഞ്ജിത്ത് ശങ്കറിന്റെ പ്രേതം എന്ന സിനിമയാണ്. ബൈക്ക് റൈഡിങ്ങിലുള്ള അമിത താല്പര്യമാണ് പേളി മാണിയെ സിനിമയിൽ എത്തിച്ചതെന്ന് പേളി മാണി പറയുന്നു. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന സിനിമയിൽ ഒരു ബൈക്ക് ഹണ്ടിങ് ഗേളായിട്ടാണ് പേളി മാണി അഭിനയിച്ചത്. ഇതിനിടയിൽ നന്ദിനി റെഡ്ഡി സംവിധാനം ചെയ്ത ഒരു തെലുങ്കു സിനിമയിലും പേളി മാണി നായികയായി അഭിനയിച്ചു. ആ സിനിമയിൽ ഒരു തെലുങ്കു പാട്ടും പേളി മാണി പാടിയിട്ടുണ്ട്. മലയാളം സിനിമയിലും പേളി മാണി പാടിയിട്ടുണ്ട്. ലാസ്റ്റ് സപ്പർ എന്ന സിനിമയിൽ ഒരു അറബിക് സോങ് ആണ് പേളി മാണി പാടിയത്. ഇതുവരെ കുറെ സിനിമകളിൽ പേളി അഭിനയിച്ചുവെങ്കിലും മഴവിൽ മനോരമയിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന D4 ഡാൻസ് എന്ന റിയാലിറ്റി ഷോയാണ് പേളി മാണിയെ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാക്കി മാറ്റിയത്. ഈ പ്രോഗ്രാമിലെ ആങ്കർ എന്ന നിലയിൽ പേളിക്ക് ആരാധകർ ഏറെയാണ്. ആലുവയിൽ തോട്ടുമുഖത്താണ് പേളി മാണിയുടെ തറവാട്. സിനിമയും ആങ്കറിങ്ങും പ്രൊഫഷനായി കൊണ്ടു നടക്കുന്ന പേളി നല്ല നല്ല സിനിമകൾ കിട്ടിയാൽ സിനിമയിൽ തന്നെ ശ്രദ്ധിക്കുമെന്ന് അറിയിച്ചു.